വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൗറ കാമാഖ്യ റൂട്ടിലാണ് പുതിയ സർവീസ്. 4 അമൃത് ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. അർജുൻ ചേരുന്നു. അങ്ങനെ വന്ദേ ഭാരതിലെ സ്ലീപ്പർ ട്രെയിനിന് വേണ്ടി രാജ്യം കാത്തിരിക്കുന്ന സമയമാണ്. പ്രധാനമന്ത്രി പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. വിശേഷങ്ങൾ, വിവരങ്ങൾ. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ ഹൗറയിൽ നിന്ന് അസമിലെ കാമാഖ്യ ഗോഹത്തയിലേക്കാണ് ഈ ട്രെയിൻ ഉള്ളത്. അവിടെ നിന്നും തിരിച്ചുള്ള റിട്ടേൺ ട്രെയിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെർച്വലായി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ 4 വന്ദേ ഭാരത് ട്രെയിനിന് പുറമെ 4 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ 4 ട്രെയിനുകൾ ന്യൂ ജൽപൈഗുരിയിൽ നിന്നും നാഗർകോവിലേക്കും അതുപോലെ തന്നെ ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്കും അലിപ്പൂർദ്വാറിൽ നിന്നും ബംഗളൂരിലേക്കും അലിപ്പൂർദ്വാറിൽ നിന്നും മുംബൈയിലേക്കുമാണ് ഈ 4 ട്രെയിനുകളും എന്തായാലും ഇപ്പോൾ ഇനി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു, സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. ഈ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ബുക്കിംഗും വൈകാതെ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ, റെയിൽവേ മന്ത്രാലയം എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മാൽഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ വർഷം ഇനി കേരളത്തിന് പുറമേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ, അതിന് അസമും ഉണ്ട്. ഈ 2 സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗുവാഹത്തിയും ഹൗറയും തമ്മിലുള്ള ദൂരം 2.5 മണിക്കൂറാക്കി ചുരുക്കുന്നുണ്ട് പുതിയ ട്രെയിൻ. അതിന് പുറമെ ഈ മാൾട്ടയിൽ തന്നെ ഏകദേശം 3250 കോടി രൂപ റെയിൽവേ പദ്ധതികൾ, റെയിൽവേ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഈ വികസന പ്രവർത്തനങ്ങളുമായി നിലവിൽ ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളും അസമും അടക്കമുള്ള പശ്ചിമ ബംഗാൾ സംസ്ഥാനം, ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ചെലവിടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അർജുനാണ് ഇവരെ നൽകിയത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അങ്ങനെ രാജ്യത്തിന് ഇനി സ്വന്തം. പ്രധാനമന്ത്രിയാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്.